ഇന്ന് വെള്ളിയാഴ്ച, കറക്റ്റ് പറയുകയാണെങ്കിൽ 13 ജൂൺ 2025. ഉച്ചയ്ക്ക് ഇപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്ന് എന്നിട്ട് ഇപ്പോൾ ഷോപ്പിൽ പോയി. അതിന് ശേഷം ഞങ്ങൾക്ക് വൈകുന്നേരം ഉമ്മാനെ വിളിക്കാൻ പോകാനുണ്ടായിരുന്നു മുക്കത്ത്. അപ്പോൾ ഉമ്മയുടെ ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നു, ഞങ്ങളുടെ വല്യമ്മ ഹോസ്പിറ്റലായത് ഡിസ്ചാർജ് ആവുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഡിസ്ചാർജ് ആക്കിയിട്ട് മുപ്പത്തിനെ വീട്ടിലാക്കണം. അതുപോലെ തന്നെ ഉമ്മാനെ കൂട്ടിയിട്ട് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരികയും വേണം. അതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഞാനെടുത്ത കുട്ടി കുട്ടി വീഡിയോസാണ്. അതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മക്കളൊക്കെ ആയിട്ടാണ് പോയത്. ഞാനുണ്ട്, അമ്മുണ്ട്, മക്കളുണ്ട്. അമ്മുവാണ് ഡ്രൈവ് ചെയ്തത്. അങ്ങനെ മുക്കം കട്ടാങ്ങലെത്തണം. ഉമ്മ അഡ്മിറ്റ് ആയത് KMCT ഹോസ്പിറ്റലാണ്. മക്കൾ വണ്ടി കയറിയപ്പോൾ തന്നെ ഒരാൾ സൈഡായി, ഒരാൾ കുറച്ച് അലമ്പൊക്കെ ആയിരുന്നു. ബാഗിലുള്ളതൊക്കെ വലിച്ചിടുക, ബാക്കിൽ കയറുക, അവിടെ കിടക്കുക. പിന്നെ അതിൻ്റെ ഇടയിലൊന്ന് വിശന്നു. അപ്പോൾ അമ്മ പത്തിരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ എത്തി. ഹോസ്പിറ്റലിലെത്തി ഉമ്മാനെ കണ്ട് മക്കളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഉമ്മാക്ക് പിന്നെ മക്കളെ കണ്ടപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം. ചായ വേണോ, ജ്യൂസ് വേണോ, ഐസ്ക്രീം ഒക്കെ ചോദിച്ചാൽ പിന്നെ ഞാൻ നടക്കേണ്ടപ്പോൾ അങ്ങനെ രണ്ടാൾ ഷോപ്പിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടെ എത്തി. ഡിസ്ചാർജൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ പേപ്പർ കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ കുറച്ച് ലേറ്റായി. മരുന്നൊക്കെ വാങ്ങി വരുമ്പോഴത്തേനും നല്ലോണം ലേറ്റായി. അങ്ങനെ പിന്നെ ഉമ്മാനെ അവിടെ നിന്ന് ഇറക്കിയിട്ട് നമ്മൾ ഉമ്മാനെ നേരെ വീട്ടിലാക്കാൻ പോവുകയാണ്. അങ്ങനെ വീടെത്തി, അവിടെ ആക്കി. അവിടുത്തെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉമ്മാക്ക് ചട്ടിപ്പത്തിരി തിന്നണമെന്ന് പറഞ്ഞിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫസ്റ്റായിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ പോരായ്മകളും അതിലുണ്ട്. അവിടുന്ന് പിന്നെ ചായ കുടിച്ച് ചട്ടിപ്പത്തിരിയൊക്കെ തിന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കോഴിക്കോടേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഭക്ഷണം പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. മക്കളും റെഡി, ഞങ്ങളും ഡബിൾ ഓക്കെ. ഉമ്മാക്കാണെങ്കിൽ അതിലേറെ ഹാപ്പി. കുറച്ച് ദിവസമായാലും ഒരാഴ്ചയായി അവർ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുഡൊക്കെ വാങ്ങി നമ്മൾ നേരെ പോവുകയാണ്. ഓക്കെ,